ഹെൻറി കാവിൽ സൂപ്പർമാൻ ആണെങ്കിൽ ഇത് സൂപ്പർമാൻ ആണ്. അതെ, കുറെ നാളിന് ശേഷം ഡിസിയുടെ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് പുതിയ ഡിസിക്ക് പറ്റിയ ഫ്രഷ് സ്റ്റാർട്ട് ഫിലിമാണ്. ക്ലാസിക്കൽ സൂപ്പർമാൻ, ഒരു ക്ലാസിക്കൽ ലെക്സ് ലൂഥർ. Hey Cinephils, welcome back. Finally, our childhood hero, the OG superhero of all time, Superman is back. അപ്പോൾ സീക്വലും പ്രീക്വലും ഒന്നും ഇല്ലാതെ ഒരു പുതിയ സൂപ്പർമാൻ യൂണിവേഴ്സുമായിട്ട് കുറേ നാൾക്ക് ശേഷം ഡി സിയിൽ നിന്നും ഒരു പ്രോമിസിങ് മൂവിയായിട്ട് ജെയിംസ് ഗൺ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് സൂപ്പർമാനായിട്ടുള്ള ഹെൻറി കാവലിനെ റീപ്ലേസ് ചെയ്യുമോ പുതിയ സൂപ്പർമാനായിട്ടുള്ള ഡേവിഡ് കോറൻസ്റ്റഡ് എന്ന് കണ്ടറിങ് ഓടിച്ചോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സൂപ്പർമാൻ ഫ്രാഞ്ചൈസിയിലെ ഫേവറേറ്റ് മൂവി ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ സൂപ്പർമാൻ റിവ്യൂലേക്ക്. നല്ല എക്സ്പീരിയൻസ് ആണ്, പീക്ക് സിനിമയാണ്. ഹെൻറി കാവിലിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. അത് ആക്ച്വലി കമ്പയർ ചെയ്യാൻ പറ്റൂല. ഹെൻറി കാവിൽ സൂപ്പർമാൻ ആണെങ്കിൽ ഇത് സൂപ്പർമാൻ ആണ്. അപ്പം ആ ഒരു ഹ്യൂമൻ സൈഡും വാട്ട് വിൽ എ ഹ്യൂമൻ ഡു, ആ ഒരു ഹോപ്പിന്റെ സിമ്പലും ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ദിസ് ഇസ് ബെറ്റർ. ആൻഡ് ഒരു പുതിയ യൂണിവേഴ്സ് പോലെ തുടങ്ങുന്നതുകൊണ്ട് ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലേ ചെയ്തിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ദാറ്റ്. ക്രിറ്റിക്സ് ഓൾസോ ലൈക്ക് ദാറ്റ്. എല്ലാത്തിനും രീതിയിൽ ഒരുപാട് ഫ്രാഞ്ചൈസിൽ ഇങ്ങനെ പാട്ടുകൾ നമ്മൾ സൂപ്പർ ഹീറോ മൂവി കണ്ടോണ്ടിരിക്കുക. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും തോന്നി? ഡിഫറെന്റ് ആയിട്ട് ഒരു വിന്റേജ് പോലത്തെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. ഒരു നല്ലൊരു മറ്റേ എന്താ പറയാ, ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒരു സിനിമാറ്റിക് ടൈപ്പ് ഇല്ലേ, ഒരു വിന്റേജ്, ആ ഒരു ക്ലാസി ടൈപ്പ് വൈബ്രൻസ് അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് വലിയ ഗോഡ് പവർ രീതിയിലൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് എ കോമൺ മാൻ ഹു ഗോട്ട് പവേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഹി മെസസ് അപ്പ് ആൻഡ് ഹി ഫിക്സസ് ഇറ്റ് ഓൾ. പഴയ വിന്റേജ് സൂപ്പർ ഹീറോ മൂവിയെ കാണുന്ന ഒരു ഫീൽ കിട്ടിയോ? ഒരു കോമിക് സ്റ്റൈല്, ആ കോമിക്കിൽ നിന്ന് കിട്ടുന്ന അതേ വൈബ് തന്നെ ഇവിടെ ലിറ്ററലി റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഡിസിക്ക് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ നല്ല സ്കോപ്പുള്ള നല്ല ഫൗണ്ടേഷൻ തന്നെ ലേ ചെയ്തിരിക്കുന്നത്. ഐ റിയലി ലൈക്ക് ദാറ്റ് വേ. ആൻഡ് ഇറ്റ് നല്ല സ്കോപ്പും ഉണ്ട് ചെയ്യാൻ. ഓക്കെ, ബ്രോയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ബ്രോ. നല്ലൊരു കോമിക്ക് വായിച്ചു തീർത്ത പോലെ ഇരുന്നു. അപ്പോൾ പഴയ മാൻ ഓഫ് സ്റ്റീലിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് മൊത്തത്തിലൊരു ഗോഡായിട്ട് തന്നെ സൂപ്പർമാനെ കാണിച്ചേക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ മാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആ ഹ്യൂമൻ ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അതിനകത്ത് ഒരു പോയിന്റിൽ സൂപ്പർമാൻ തന്നെ പറയുന്നുണ്ട്, ഐ ഗെറ്റ് ടു സ്കേർഡ്, ഐ മേക്ക് സം സ്റ്റുപ്പിഡ് ഡിസിഷൻ എന്ന് പറയുന്നുണ്ട്. സോ ഇതിനെ ഒരു നമ്മൾ ആ കോമിക്കിൽ എന്താണോ കാണുന്നത് അത് കുറച്ചുകൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഹെൻറി കാവിലാണ് എൻ്റെ ഫേവറേറ്റ്, ബട്ട് സ്റ്റിൽ ദിസ് ഗൈ ഹാസ് ഡൺ എ ബെറ്റർ ജോബ്. ഓക്കെ, സ്പൈഡർമാനിലൊക്കെ കണ്ട പോലെ ഒരു ക്രോസ് ഓവർ ഒക്കെ ഇനി വരും ഫ്യൂച്ചറിൽ യൂണിവേഴ്സിൽ പ്രതീക്ഷിക്കാം. ആക്ച്വലി വരാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. കാരണം അവരൊരു പുതിയ യൂണിവേഴ്സിനെ വളരെ ബേസിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ തോന്നി. കാരണം നമുക്കിപ്പം അത് പറയുന്ന സ്പോയിലർ ആയി പോയതുകൊണ്ടാണ്. ഡു വാച്ച് ദ മൂവി. അപ്പൊ സർപ്രൈസ് ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ. സർപ്രൈസ് അല്ല, വളരെ എൻഗേജിംഗ് ആണ്. നമുക്ക് അങ്ങനെ ഒരു വലിയ സർപ്രൈസസ് നമുക്ക് അങ്ങനെ പ്രതീക്ഷ ചെയ്യാൻ പറ്റത്തില്ല. ഇനി വരുമായിരിക്കും വിചാരിക്കുന്നു. കുറെ നാളിന് ശേഷം ഡിസിയുടെ ഒരു നല്ലൊരു മൂവിയാണ്. അതെ, കുറെ നാളിന് ശേഷം ഡിസിയുടെ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്. ഒരു കംബാക്ക് തന്നെ ആയിരിക്കും. യൂണിവേഴ്സ് ബിൽഡ് ചെയ്ത് ഇതേപോലെ കൊണ്ടുപോയാൽ ഇറ്റ് വുഡ് ബി എ കംബാക്ക്. അടിപൊളി പടം, ഒന്നും പറയാനില്ല, പോയി കാണാം. സൂപ്പർമാൻ ഫാൻ ആണ്, കുഞ്ഞിലെ തൊട്ട് സൂപ്പർമാൻ ഫാനാണ്. ഞാൻ എന്റെ കൊച്ചുമായിട്ടാണ് വന്നേക്കുന്നത്, അതാണ് എന്റെ മോൻ. ഓക്കെ, അപ്പോ അവന് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സൂപ്പർമാൻ മൂവീസ് അടിപൊളിയായിരുന്നു. അപ്പോ ഇതുവരെ കണ്ടുവന്ന സൂപ്പർമാൻ എല്ലാം മാറി പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങിയപ്പോ ഗുഡ് എക്സ്പീരിയൻസ്. ഹെൻറി കാവലിന്റെ സൂപ്പർമാൻ മുകളിൽ തോന്നിയോ? ഹെൻറി കാവലിന്റെ പഴയ സൂപ്പർമാനെ മുകളിൽ തോന്നിയോ പുതിയ ഡേവിഡ് കോർൺസ്റ്റഡിന്റെ? അംഗീകരിക്കേണ്ടതാണല്ലോ. സൂപ്പർമാനെ ഒരു പുതിയ വെർഷനിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സ്ഥിരം സൂപ്പർ ഹീറോ ടെംപ്ലേറ്റിലെ ഒരു അത് തന്നെയാണ്. ഇത് കുറച്ചും കൂടെ കോമിക് ബുക്കിഷ്, ഭയങ്കര സീരിയസ് അല്ല, എന്നാലും കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഡേവിഡ് കോർൺസ്റ്റഡ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഹെൻറി കാവലിന് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് രണ്ട് ഡിഫറെന്റ് അല്ലേ, അപ്പൊ ഇത് കുറച്ചും കൂടെ കോമിക് ആക്യുറേറ്റ് ആയിട്ട്. ഡിസിയുടെ ഒരു കംബാക്ക് ആണ്. ഓക്കെ, റീപ്ലേസ് ചെയ്തോ അണ്ണൻ പുതിയ സൂപ്പർമാൻ? ഞാൻ ഇതുവരെ ഒരു സൂപ്പർമാൻ പടവും കണ്ടിട്ടില്ല, ഒറ്റയിലും കണ്ടിട്ടില്ല, അല്ലാതെ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പിന്നെ പുതിയ റീബൂട്ട് ആയതുകൊണ്ട് കണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വിഷ്വലി നല്ല രസമുണ്ട് സാധനം. ഓക്കെ, ഇതിന്റെ യൂണിവേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയത്തില്ല. അതൊന്നും വേണ്ട, പുതിയ പടം, അപ്പൊ കുഴപ്പമില്ല. ഇതിൽ പിന്നെ മറ്റേ ഒരു സൂപ്പർമാൻ്റെ വലിയ ഹീറോയിസം കാണണം അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ളതൊക്കെ കുറവാണ്. കൂടുതലും ഒരു തല്ലുപൊളി സൂപ്പർമാനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുറേ സീനുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആക്ഷൻ പാക്ഡ് ആണോ അതോ കോമഡി എല്ലാം ഉണ്ട്? ആക്ഷൻ, അതിൻ്റെ ഒരു ബ്ലാക്ക് ഹോൾ, പോക്കറ്റ് യൂണിവേഴ്സ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഓക്കെ, സൂപ്പർമാൻ കൊള്ളായിരുന്നു. ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം വ്യൂവേഴ്സിന് ഇത് ബെസ്റ്റ് ആണ്. എനിക്ക് കാര്യം എന്ന് വെച്ചാൽ നേരത്തെ കുറെ റെഫറൻസസ് ഇല്ല, അപ്പൊ ഇത് ആദ്യം കാണുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. ബാക്കി ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാരും ഫാൻസ് എല്ലാരും നോക്കിയത് ഹെൻറി കാവലിനെ റീപ്ലേസ് ചെയ്യുന്ന പുതിയ ആ ഒരു വരും. ഹെൻറി കാവൽ ആസ് എൻ ആക്ടർ ആ ഒരു ചാർമ് സെപ്പറേറ്റ് തന്നെയാണ്. പക്ഷേ ഐ തിങ്ക് ഹി ഡിഡ് ജസ്റ്റിസ് ഫോർ സൂപ്പർമാൻ ആസ് എ റോൾ. സോ ഹി ഡിഡ് റിയലി വെൽ ആൻഡ് വിഷ്വൽ എഫക്ട്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഭയങ്കര ഫാസ്റ്റ് ആക്ഷൻ പാക്ഡ് ആണോ അതോ ലൈറ്റ് സ്റ്റോറി? നോർമൽ ആണ്, ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻ സീൻസ് ഉണ്ട്, അപ്പൊ എല്ലാം ഒരു നോർമൽ
സ്പീഡിലാ പോയത്. അപ്പൊ കുറെ നാൾക്ക് ശേഷം DC-യുടെ ക്യാമിയോസ് ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ടൊരു മൂവി ആയിട്ട് തോന്നി. ഫ്രഷ് ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ പറയാം. ഒരു ക്ലാസിക്കൽ സൂപ്പർമാനും ഒരു ക്ലാസിക്കൽ എക്സ് ലൂതറും. ഒരു സ്നൈഡറിന്റെ വേർഷനേക്കാളും സ്നൈഡർ ഒരു മോഡേൺ വേർഷനാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയിട്ടുള്ള വേർഷനാണ്. ഇത് കുറച്ചുകൂടെ കുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ് ലൂതറും സൂപ്പർമാനും. എങ്ങനെയുണ്ട് ഒരു സ്ഥിരം സൂപ്പർ ഹീറോ ടെംപ്ലേറ്റിലുള്ള ആക്ഷൻ പാക്ഡ് ആണോ അതോ സ്റ്റോറി? ആക്ഷൻ പാക്ഡ് ആണ്. ആക്ഷൻ പാക്ഡ് സ്ഥിരം സൂപ്പർ ഹീറോ ടെംപ്ലേറ്റ് തന്നെ. നല്ല ഭയങ്കര ഡിഫറെന്റ് ഒന്നും അല്ല, പക്ഷെ കുഴപ്പമില്ല. ടോട്ടലി ഒരു ഗൂസ്പംസ് മൊമെന്റ്സ്, അഡ്രിനൽ റഷ്, അങ്ങനെ സൂപ്പർമാൻ ഫാൻസിനുള്ളതൊക്കെ അത്യാവശ്യം അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ ഹെൻറി കാവലിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഇതാണോ ഡേവിഡ്? അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും പുള്ളി മോശമൊന്നുമല്ല, കൊള്ളാം. ഒരു ചാമൊക്കെ ഉണ്ട് പുള്ളിയുടെ മുഖത്ത്. ഓക്കെ, സൂപ്പർ പടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർമാൻ എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നു. ഫ്രഷ് സ്റ്റാർട്ട് ആയിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ DC-ക്ക് പറ്റിയ ഫ്രഷ് സ്റ്റാർട്ട് ഫിലിമാണ്. നെഗറ്റീവ് റിവ്യൂസ് എന്ന് അതൊക്കെ തള്ളി കളഞ്ഞു. സൂപ്പർ ഫിലിം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഓക്കെ, ഈ മന്തിലെ ബെസ്റ്റ് ഫിലിം ആയിരിക്കും അത്, അതിൽ സംശയം. ഇനി ഫാന്റാസ്റ്റിക് ഫോർ ഒന്ന് കാണാൻ എങ്ങനെയാണ് ഇറങ്ങിയതിൽ ബെസ്റ്റ് സൂപ്പർമാൻ മൂവി? എനിക്കിപ്പോഴും മാൻ ഓഫ് സ്റ്റീൽ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ നല്ല പടമാണ്. ഞാൻ ഹെൻറി കാവലിൻ്റെ ഫാനാണ്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആ ഒരു റോളിൽ നിന്ന് പോയപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ ഡേവിഡ് കൊറൻസ്ബരും പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ആപ്റ്റായിരുന്നു, നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ നമ്മുടെ ഈ ഒറിജിൻ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് അധികം സമയം അവർ ചെലവഴിച്ചിട്ടില്ല. നമ്മൾ സൂപ്പർമാൻ്റെ ഒറിജിൻ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒറിജിന് വേണ്ടിയിട്ടും അതേപോലെ പഴയ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ സമയം കളഞ്ഞിട്ടില്ല. പ്ലോട്ടിന് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ജെയിംസ് ഗൺ അത്യാവശ്യം അറിഞ്ഞ് പണിയിട്ടുണ്ട്. നല്ല പടം. ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് അപ്രോച്ചിങ് ആണോ സ്ഥിരം സൂപ്പർ ഹീറോ ടെംപ്ലേറ്റിൽ നിന്നും? നോർമൽ സൂപ്പർ ഹീറോ ടെംപ്ലേറ്റ് തന്നെയാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അതേ ടെംപ്ലേറ്റ് തന്നെയാണ്. അവർ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. കൊള്ളാം. എന്തായാലും 3D എക്സ്പീരിയൻസും കുഴപ്പമില്ല. 3D തന്നെ വന്നിരുന്ന് കാണണമെന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി IMAX-ൽ പോയിരുന്ന് കാണുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതിൽ കാണുമ്പോൾ മറ്റേ ബ്ലാക്ക് സ്പേസ് കുറച്ച് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് IMAX-ൽ പോയി കാണുമ്പോൾ ഫുൾ സ്ക്രീൻ കവേർഡ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യൂണിവേഴ്സ് എക്സ്പാൻഷനുള്ള യൂണിവേഴ്സ് എക്സ്പാൻഷനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇതിലൊന്നും വലുതായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ അധികമൊന്നും ഇല്ല. പോസ്റ്റ് ക്രെഡിറ്റ് വെറുതെ ഒരു സീനായിരുന്നു. എക്സ്പാൻഡ് ചെയ്ത് വരട്ടെ. ഈ മാൻ ഓഫ് സ്റ്റീൽ വന്നതിന് ശേഷം ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ ഒക്കെ വന്നതുപോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരട്ടെ. ഓക്കെ. അപ്പോൾ DC ഫാൻസ് സാറ്റിസ്ഫൈഡ് ആവും. എനിക്ക് അങ്ങനെ ഒട്ടും അൺവാണ്ടഡ് സീൻസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഫിലിമാണ്. സൂപ്പർമാൻ കൊള്ളാം. DC-യുടെ ആയതുകൊണ്ട് മറ്റേ മാർവലിനെ കണക്ക് വലിയ എന്റർടൈനർ ഒന്നും അല്ല. ജെയിംസ് ഗണ്ണിന്റെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി പോലെ വലിയ കോമഡി ഒന്നും ഇല്ല. പക്ഷെ ഒരു സ്ലോ പേസ്ഡ് ഒരു ആക്ഷൻ അല്ല, അവർ ഇമോഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെക്സ് ലൂതർ വില്ലനായിട്ട് അഭിനയിച്ചത് സൂപ്പർ. ഇതുവരെ ഇറങ്ങിയതിൽ ബെസ്റ്റ് സൂപ്പർമാൻ മൂവി എന്ന് പറയാനുണ്ടോ? അത്രക്കില്ല, ബെസ്റ്റ് പറയാൻ പറ്റത്തില്ല. അതെപ്പോഴും നേരത്തെ എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ സൂപ്പർ. പുതിയ സീരീസ് ഹെൻറി കാവലിനേക്കാൾ, അതായത് ഹെൻറി കാവലിനെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹെൻറി കാവൽ കുറച്ചുകൂടെ എന്താ വയലന്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇത് കുറച്ചുകൂടെ ഹ്യൂമൻ ലെവൽ, കുറച്ചുകൂടെ ഒരു എന്താ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർമാൻ അങ്ങനത്തെ ഒരു ടൈപ്പ്. ടോട്ടലി എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പടം. ജെയിംസ് ഗണ്ണിന്റെ നോർമലി മറ്റേ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ നല്ലൊരു ഫീൽ ഗുഡ്, ഒരു ഫീൽ ഗുഡ് ഫീൽ തരുന്ന ഒരു ഭയങ്കര ആക്ഷൻ പാക്ഡ് ആയിട്ട് ഭയങ്കര ഫാസ്റ്റ് അതൊക്കെ ഉള്ള ഒരു അത്യാവശ്യം നല്ല ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ്. ആക്ഷൻ നല്ല രീതിക്കുണ്ട്. മേക്കിംഗ് വൈസ് DC-യുടെ ഒരു കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫ്രഷ് സ്റ്റാർട്ടിൽ. ഇപ്പോൾ നമ്മുടെ സ്നൈഡറിന്റെ വെർഷൻ കണ്ടിട്ടുണ്ടല്ലോ, സ്നൈഡറിന്റെ ഇത്തിരി ഒരു ഡാർക്ക് ആയിട്ടുള്ള ലെവലാണ്. അതുപോലത്തെ അല്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് വരുന്ന ഒരു സംഭവം. ഒരു യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ നല്ല രീതിക്ക് സ്കോപ്പ് ഉണ്ട്. വേറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. സർപ്രൈസുകളുണ്ട്. ടൈലന്റ് ഒക്കെ എങ്ങനെയാണ് നിർത്തിയേക്കുന്നത്? ടൈലന്റ് എന്ന് പറയാൻ എന്താ, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊടുത്തിട്ടുണ്ട്, ഒരു ആവശ്യമില്ലായിരുന്നു. ചൈൽഡ്ഹുഡ് ഹീറോയെ ഇപ്പോൾ കണ്ടിട്ട് പുതിയൊരു വർഷം കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയാലും ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല മൂവിയായിരുന്നു. ഐ തിങ്ക് ഈ ഇടയ്ക്ക് വന്ന DC മൂവീസിൽ വൺ ഓഫ് ദി ബെസ്റ്റ്. ഓക്കെ, DC ഫാൻസ് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവി ആയിരുന്നു. എല്ലാവരും നോക്കിയത് ഹെൻറി കാവലിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് പുതിയ ഡേവിഡ് കോർസൺ. റീപ്ലേസബിൾ ആയിട്ട് തോന്നിയോ? എനിക്ക് തോന്നി. ടോട്ടലി എങ്ങനെയാണ്? ഒരു സ്ഥിരം സൂപ്പർ ഹീറോ ടെംപ്ലേറ്റ് തന്നെ, ആക്ഷൻ പാക്ഡ് ആണ്. ആക്ഷൻ പാക്ഡ് ആണ്, പക്ഷെ നല്ല പ്ലോട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്ന ടൈലന്റ് അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാൻ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർപ്രൈസിംഗ് ആയിട്ട് ടൈലന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ റിയലി ഗുഡ് വാച്ച്. എങ്ങനെയുണ്ട് VFX മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. മേക്കിംഗ് വൈസ് ഒരു രക്ഷയില്ല. ജെയിംസ് ഗൺ ആയതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ബേസിക്കലി ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് സൂപ്പർ ഹീറോ മൂവി. മറ്റേതെല്ലാം ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഒരു പാർട്ട് ഓഫ് എ സൂപ്പർ ഹീറോ മൂവിയാണ്. ഇത് ബേസിക്കലി ഹിസ് ഫസ്റ്റ് സൂപ്പർ ഹീറോ മൂവിയാണ്. സോ
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ് ആക്ച്വലി. ഒരു ഐമാക്സ് എക്സ്പീരിയൻസിനുള്ള വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നി. വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല കുറേ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇറ്റ്സ് റിയലി എ ന്യൂ തിങ് ആക്ച്വലി. അപ്പോൾ ഇത് നല്ല മീൻസ് നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഒരു ബുക്കിൽ കളർ ചെയ്ത് വായിക്കില്ലേ, ലൈക്ക് ബ്രൈറ്റ് കളേഴ്സും, ആ ഒരു രീതിയിൽ കോമിക് ബുക്ക് പാലറ്റ് പോലെ തന്നെയാണ് അവർ. സ്ഥിരം സൂപ്പർ ഹീറോ മൂവി ടെംപ്ലേറ്റ് തന്നെയാണ്. അതെ അതെ. അതിൽ തന്നെ ആക്ഷൻ ബാക്ഡ് ആണ്, അത് കോമഡി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എങ്ങനെയുണ്ട്? അത് നമ്മളിപ്പോ എന്താ പറയുക, ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ട സൂപ്പർമാൻ മൂവീസിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും ഇല്ലായിരുന്നു. സോ അത് അങ്ങനത്തെ പടങ്ങൾ എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. എങ്കിലും നമുക്ക് എടുത്തു പറയാനായിട്ട് വളരെ എന്താ പറയുക, ഒരു ജാനർ ഡിഫൈനിങ് മൂവി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും നല്ല പടമായിരുന്നു. ഓക്കെ, ഇനി